കാൻവാട് യാത്ര വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ കൊണ്ടുവന്നെത്തിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. പോലീസിനെ ഉപയോഗിച്ച് കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ശ്രദ്ധയാകെ ആ സംഭവത്തിൽ കൊണ്ട് എത്തിക്കാനും ബി.ജെ.പിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. യു.പിയിൽ ലോക്സഭാ സീറ്റ് കുറഞ്ഞതോടെ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി.ജെ.പി മുന്നോട്ട് നീങ്ങുന്നത്. അതിനുമപ്പുറം വർഗീയമായ അജണ്ട നടപ്പിലാക്കുവാനുള്ള വ്യഗ്രത ബി.ജെ.പിയിൽ കാണാൻ സാധിക്കും. കാൻവാട് യാത്ര കടന്നു പോകുന്ന ഹരിദ്വാറിലെ വഴികളിലുണ്ടായിരുന്ന 2 മോസ്കും 2 മസറും വെള്ള ഷീറ്റുകൾ കൊണ്ട് മറച്ചുകൊണ്ടാണ് യോഗിയുടെ പോലീസ് ആദ്യ വെടിപൊട്ടിച്ചത്. അത് വലിയ വിവാദമായതോടെ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞ് പോലീസ് രംഗത്ത് വരികയും ചെയ്തുവെങ്കിലും വിവാദം തണുക്കുന്നില്ല. വെള്ളിയാഴ്ച സ്ഥാപിച്ച ഷീറ്റുകൾ വൈകുന്നേരത്തോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം നീക്കിയത്. പള്ളികൾ ഷീറ്റ് ഉപയോഗിച്ച് മറയ്ക്കുവാൻ ഉത്തരവിട്ടിട്ടില്ല എന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട്. കാൻവാട് യാത്രയുടെ സുഖകരമായ മുന്നോട്ട് പോക്കിനാണ് ഈ നടപടി സ്വീകരിച്ചിരുന്നത് എന്നാണ് ഹരിദ്വാർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി സത്യപാൽ മഹാരാജ് പറയുന്നത്. മോസ്കുകളും മസറും നിലനിൽക്കുന്ന ഹരിദ്വാറിലെ ജൽപൂർ ഭാഗത്തിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത വിചിത്രമായ നടപടിയാണ് ഭരണകൂടത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കാൻവാട് യാത്ര സുഖകരമായി മുന്നോട്ട് പോകണമെന്ന തീരുമാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. ഏത് രീതിയിലുള്ള കെട്ടിടമാണെങ്കിലും മറയ്ക്കണമായിരുന്നു. ഇത് ഇവിടെ നടപ്പിലാക്കി. ആളുകളുടെ പ്രതികരണം പരിശോധിക്കും, വിശദമായ പഠനം നടത്തും. വെറും 2 വാക്കിൽ മന്ത്രി പറഞ്ഞു തീർക്കുമ്പോൾ അവിടെ മുറിവേൽക്കുന്നത് രാജ്യത്തിന്റെ മതവികാരം തന്നെയാണ്. മോസ്കുകളും മസറുകളും മറക്കുക എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെയോ പോലീസിന്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഹരിദ്വാർ സിറ്റി SP സ്വതന്ത്രകുമാർ ആ മുറിവില് മരുന്ന് പുരട്ടാൻ നോക്കുമ്പോഴും തെറ്റല്ലാതെ ആകുന്നില്ല എന്നും കാണാം. നേരത്തെ കാൻവാട് യാത്ര കടന്നുപോകുന്ന വഴികളിലെ ഭക്ഷണശാലകളുടെ ഉടമസ്ഥ വിവരങ്ങൾ പ്രദർശിപ്പിക്കണം എന്ന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ വിവാദമായ ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയ്, SVN ഭട്ടി എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു സർക്കാർ നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിൽ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനിടെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതോടെ വിവാദം അടങ്ങിയെന്ന് കരുതിയവർക്ക് മുന്നിലേക്കാണ് മറ്റൊരു ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുമായി സർക്കാർ ഇറങ്ങിയത്.